നമസ്കാരം. ഈ കഴിഞ്ഞയിടെ മരണപ്പെട്ട പ്രമുഖ വ്യവസായി CJ റോയി മരണവുമായി ബന്ധപ്പെട്ട് ഈ പ്രസ്ഥാനത്തെ ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് ഐഡിയ സ്റ്റാർ സിംഗേഴ്സിൽ ഒന്നാം സമ്മാനം നേടുന്ന വ്യക്തിക്ക് കൊച്ചിയിൽ 1 കോടി രൂപ വില മതിക്കുന്ന ഫ്ലാറ്റ് നൽകുന്ന സ്പോൺസേഴ്സായിട്ടാണ് ഞാൻ ആദ്യം ഇവരെ ശ്രദ്ധിക്കുന്നത്. അന്നത്തെ കാലത്ത് 1 കോടി രൂപയുടെ ഒരു ഫ്ലാറ്റ് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ ഒരു വ്യാപാര ശൃംഖല തയ്യാറാകുക എന്ന് പറയുന്നത് ചില്ലറക്കാരല്ലെന്നും അവരിവിടുത്തെ ജാമ്പവാന്മാരാണെന്നും അന്ന് തന്നെ ഞാനിത് ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഈ അടുത്തയിടെ അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്തുള്ള മരണമാണ് ഏറെ കേരളത്തെ തന്നെ ഞെട്ടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രത്തോളം വരുന്ന വലിയൊരു വ്യവസായ പ്രമുഖൻ ജീവിതം സ്വയം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ സമ്പന്നർക്കാണെങ്കിലും ബിസിനസ്സുകാർക്കാണെങ്കിലും കേരളം ഉറ്റുനോക്കുന്ന ഒരു മരണം തന്നെ ആയിരുന്നു. അതിന് കാരണം എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് EDയുടെ നിരന്തരമുള്ള റെയ്ഡും അല്ലെങ്കിൽ കേന്ദ്രസേനയുടെ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ നിരന്തരമുള്ള പരിശോധനകളൊക്കെ കാരണം മാനസിക സമ്മർദ്ദത്തിലൂടെ ഇദ്ദേഹം ജീവൻ ഒടുക്കി എന്നൊക്കെയാണ് പൊതുവെ വാർത്തകൾ വരുന്നു എന്നാണെങ്കിൽ പോലും പക്ഷേ എനിക്കതങ്ങോട്ട് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഇത്തരം ഒരു വ്യാപാര ശൃംഖല കെട്ടിപ്പടുത്തിയ ഒരു ജാമ്പവാനായ ഒരു ബിസിനസ്സുകാരന് അതിൽ നിന്നെല്ലാം എങ്ങനെ കരകയറാം എന്ന വിദ്യകളെല്ലാം പഠിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം ബിസിനസ്സിൽ ഇവിടം വരെ എത്തിയത്. ആയതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും വലിയൊരു കാര്യമല്ല. അതിനുവേണ്ടി സ്വന്തം ജീവൻ തന്നെ ബലി കഴിക്കാൻ മാത്രമൊന്നും അദ്ദേഹം ഒരു ഭീരുവും ആയിരിക്കുകയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ എന്താണ് ഇതിൻ്റെ പിന്നാമ്പുറത്തെ ഒരു കഥ? അവർ ലോക്കറിൽ എന്തോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഒരു കൂട്ടർ പറയുന്നു. ആ ലോക്കറിലുള്ള രഹസ്യമാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമെന്ന് പറയുന്നു. സംരംഭങ്ങൾ പടുത്തുയർത്തുന്ന ഏതൊരു ബിസിനസ്സുകാരനും ആദ്യം നിൽക്കാൻ പഠിച്ചിട്ടേ കക്കാൻ ഇറങ്ങുകയുള്ളൂ. അതാണ് ഇവരുടെ ബേസ്, അടിസ്ഥാന ശൈലി. എന്നാൽ അദ്ദേഹം ജീവനൊടുക്കാൻ മാത്രമുള്ള കാര്യങ്ങളും പ്രതിസന്ധികളും എന്തായിരുന്നു എന്നത് വരും ദിനങ്ങളിൽ ഉന്നത അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിലൂടെ നമുക്ക് പുറം ലോകത്ത് അറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. നമ്മളൊക്കെ എത്ര ബുദ്ധിമാന്മാരാണോ അത്രത്തോളം ബുദ്ധിശൂന്യരാണ് എന്ന് ലോകമുണ്ടായ കാലം മുതലേ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ തെളിവ് വേണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മരണം വേണമെങ്കിൽ നമുക്ക് ആ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്യാം. ഏതെല്ലാം തരത്തിൽ നമ്മൾ കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് ചിട്ടവട്ടമായിട്ട് മുൻപോട്ട് പോയാലും എവിടെ കൊണ്ടെങ്കിലും ഒരു പാളിച്ച വരും. ആ പാളിച്ച ഒരുപക്ഷെ നിസ്സാര മിനിറ്റുകൾ കൊണ്ട് നമ്മുടെ മാനസിക സമ്മർദ്ദം കൂടുകയും ആ സമയം കൊണ്ട് തന്നെ എന്നാൽ ഇനി ഞാൻ നിന്നിട്ട് കാര്യമില്ല, ഇനി നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാം എൻ്റെ കൈവിട്ട് പോകും, അതിലും ഭേദം ഞാൻ അങ്ങ് അവസാനിപ്പിച്ച് പോകുന്നതാണ് നല്ലത് എന്ന തരത്തിലൊക്കെ പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങളാണ്. അല്ലാതെ നമ്മൾ മുൻകൂട്ടി റിഹേഴ്സൽ നോക്കിയിട്ട് സിനിമക്കാർ റീടേക്ക് എടുത്തു പോകുന്ന പോലെ മുൻകൂട്ടി റിഹേഴ്സൽ നോക്കി ചെയ്യുന്ന ഒരു പ്രവണതയല്ല ഈ ആത്മഹത്യ. ഒരിക്കലും ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല, അത് വിഡിത്തം എന്നേ ഞാൻ പറയുകയുള്ളൂ. വെച്ചാലും അത്തരം വിഡിത്തങ്ങൾക്ക് നമ്മൾ ആരും തയ്യാറാവരുത്. കാരണം നമ്മൾ ജനിച്ചിട്ടുണ്ട്, ഒരു ദിവസം മരിക്കപ്പെടുകയും ചെയ്യും. അത് നമ്മുടെ ജനന ദിവസം മാത്രമേ ഉള്ളൂ ലോകമെമ്പാടും അറിയുന്നുള്ളൂ, നാം ഉൾപ്പെടെ ലോകമെമ്പാടും അറിയുന്നുള്ളൂ. എന്നാൽ നമ്മുടെ മരണവിവരം നമ്മളൊഴികെ ലോകത്തുള്ള സകല മനുഷ്യരും ജീവജാലങ്ങളും എല്ലാം അറിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മരണത്തെ നമ്മൾ പുറകെ അന്വേഷിച്ച് നടക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുകയോ ചെയ്യാൻ പാടില്ല. ആ സമയമാകുമ്പോൾ നടക്കേണ്ട സമയമാകുമ്പോൾ നടക്കും. ഈ വക പ്രവണത ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് ശക്തമായിട്ട് വാദിക്കാനുള്ളത്. എന്തായാലും CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണ വിവരങ്ങൾ വരും ദിനങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥരിലൂടെ പുറം ലോകം അറിയുക തന്നെ ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം. ചാനലിലെ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.